നിങ്ങൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാത്ത വ്യക്തികളുണ്ടാവും. അവർക്കാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ നോക്കിക്കോ, ക്യാൻസർ ഒരാളോടും മിണ്ടത്തില്ല, ഷെയർ ചെയ്യത്തില്ല. ഇപ്പം നമ്മളൊരു ഇപ്പം നിങ്ങൾക്ക് ഇന്ന പോലെ ഒരു ഹാർട്ടിനൊരു വേരിയേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ചില ഡോക്ടേഴ്സ് ഉണ്ട്, പറയുന്ന രീതിയിലൊക്കെ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്. ചിലർ വളരെ സോഫ്റ്റായിട്ടാണ് പറയുള്ളൂ. ചിലർ ആ വേരിയേഷൻ ഉണ്ടെന്ന് പോലും പറയിക്കാതെ മാറ്റുന്ന ആൾക്കാരുണ്ട്. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രോഗശമനം സ്പോട്ടിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഒരു ഒന്നും അറിയാൻ മേലാത്ത പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിച്ച് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്ക് ഈ തെറാപ്പി? നമുക്ക് അങ്ങനെ ഒരു രാഹുലിന് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതിൽ കുറച്ച് കാലങ്ങളായി സിസ്റ്റം കൂടുതലായി യൂസ് ചെയ്യുമ്പോൾ ആ അസുഖം കുറച്ച് കൂടുതലാണ്. അവരെ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ സാറിന് അത് ക്ലിയർ ചെയ്യാൻ തീർച്ചയായിട്ടും നമുക്ക് സ്പോട്ടിൽ നമുക്ക് അവർക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് രോഗശമനം മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. അതിന് യാതൊരു സംശയവും വേണ്ട. നമസ്കാരം. അബാക് മീഡിയയിൽ നമ്മൾ വിവിധ തരത്തിലുള്ള തെറാപ്പികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. റേക്കി ഹീലിംഗ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ഹീലിംഗ്, അങ്ങനെ വിവിധ തരത്തിലുള്ള തെറാപ്പികൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൊറിയയിൽ നിന്ന് വന്ന സുജോക് തെറാപ്പിയെ കുറിച്ചാണ്. ഇതേക്കുറിച്ച് നമുക്ക് അറിവുകൾ പറഞ്ഞു തരാൻ പോകുന്നത് സുജോക് തെറാപ്പിസ്റ്റും ട്രെയിനറുമായ രഘുനാഥ് സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. സുജോക് തെറാപ്പി എനിക്ക് തോന്നുന്നു അത്രത്തോളം കേട്ടുകേൾവി ഇല്ലാത്ത ഒരു തെറാപ്പി രീതിയാണ്. എന്താണ് ശരിക്കും ഈ സുജോക് തെറാപ്പി എന്ന് പറയുന്നത്? സുജോക് തെറാപ്പി എന്ന് പറയുന്നത് കേട്ടുകേൾവി ഇല്ലെന്നുള്ളതല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും ഏറ്റവും ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുന്നതുമാണ് സുജോക് തെറാപ്പി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുജോക് അക്യുപഞ്ചർ. അപ്പം അതിൽ കൂടുതൽ അക്യുപഞ്ചറിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇപ്പം അക്യുപഞ്ചറിൽ എടുത്തു കഴിഞ്ഞാൽ അക്യുപഞ്ചറിൻ്റെ നീഡിൽ എന്ന് പറഞ്ഞാൽ വലിയ നീഡിലുകളാണ്. സുജോക്കിൻ്റെ നീഡിലാണ് ചെയ്യുന്നത്, വളരെ മൈക്രോ നീഡിൽസാണ് ചെയ്യുന്നത്. അപ്പം അത് എല്ലാവർക്കും ഒരുപക്ഷെ സുജോക്കാണ് ചെയ്യുന്നതെന്ന് അവർ പറയാത്തതുകൊണ്ട് അറിയില്ല എന്ന് മാത്രം. അക്യുപഞ്ചർ എന്നുള്ള ഒരു കാറ്റഗറിയിൽ അത് പോകുന്നു. ഈ സുജോക് എന്നുള്ള പേര് നമുക്ക് അത്രത്തോളം ഫെമിലിയർ ആയിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളതും ഏറ്റവും കൂടുതൽ നമുക്ക് ഹീലിംഗ് കിട്ടുന്നതും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരേ ഒരു ചികിത്സയാണ് സുജോക് തെറാപ്പി അഥവാ സുജോക് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അത് കൊറിയയിൽ നിന്നും ഉള്ള ഒരു, അദ്ദേഹത്തിൻ്റെ പേരെന്ന് വെച്ചാൽ പ്രൊഫസർ പാക് ജേബു എന്ന് പറയും. അദ്ദേഹത്തിൽ കൂടി നമ്മളിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം സുജോക്ക് എന്ന് പറയുമ്പോൾ, സു എന്ന് പറയുമ്പോൾ കൈകളും, ജോക്ക് എന്ന് പറയുമ്പോൾ കാലുകളുമാണെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. ഞാൻ കായ്കളല്ല, സു എന്ന് പറഞ്ഞാൽ കൈപ്പത്തിയും, ജോക്ക് അഥവാ JOK, ജോക്ക് എന്ന് പറഞ്ഞാൽ കാൽപാദവും, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള പോയിന്റുകളിലേക്ക് കണക്റ്റഡ് ആണെന്നാണ് സുജോക് തെറാപ്പി പറഞ്ഞു വെക്കുന്നത്. എന്താണ് അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? അതായത് സുജോക്ക് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓൾറെഡി. സുജോക്ക് എന്ന് പറയുന്നത് കൊറിയയിൽ നിന്നും പ്രൊഫസർ പാക് ജേബു എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ ഗുരുവിൽ കൂടിയാണ് നമ്മളിലേക്ക് ഇതെത്തിയത്. അപ്പോൾ കൊറിയൻ ഭാഷയിൽ സുജോക്ക് എന്ന് പറയും. സു എന്ന് പറഞ്ഞാൽ കൈപ്പത്തിയും, ജോക്ക് എന്ന് പറഞ്ഞാൽ കാൽപാദവും നമ്മൾ പറഞ്ഞു. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസ്, അവയവങ്ങളും അതുപോലെ തന്നെ വെളിയിലുള്ള ബോഡി പാർട്ടിൻ്റെയും സദൃശ്യ ബിന്ദുക്കൾ അഥവാ കറസ്പോണ്ടൻസ് നമ്മുടെ കൈപ്പത്തിയിലും കാൽപാദത്തിലുമുണ്ട്. അപ്പോൾ ഈ കറസ്പോണ്ടൻസിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രോഗശമനം വരുത്തുന്ന ചികിത്സാ രീതിയാണ് സുജോക് തെറാപ്പി അഥവാ സുജോക് അക്യുപഞ്ചർ എന്നും പറയാം. ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് നമുക്ക് ഈ തെറാപ്പി? നമുക്ക് അങ്ങനെ ഒരു ഉപാധികളേ ഇല്ല ഇതിനകത്ത്. നമുക്ക് ഏത് തരത്തിലുള്ള രോഗമുണ്ടെങ്കിലും കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് രോഗശമനം സ്പോട്ടിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഒരു ഒന്നും അറിയാൻ മേലാത്ത പ്രേക്ഷകരിലേക്ക് നമുക്ക് എത്തിച്ച് വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഏത് തരത്തിലുള്ള രോഗങ്ങളാണ്? ഏത് തരത്തിലുള്ള രോഗങ്ങളല്ല. ഇപ്പം നമ്മൾ സാധാരണ നിലയിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഇഷ്യൂസാണ് സൈനസൈറ്റിസ്, അതുപോലെ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡോക്ടേഴ്സൊക്കെ ഇപ്പം നമുക്ക് എന്താ സ്കാനിങ് പോലും അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്കാനിങ് കൊണ്ട് അവർ ചെയ്തിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമുക്കതിനകത്ത് വളരെ സുതാര്യമായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ മെഡിക്കൽ സയൻസ് ഇപ്പോൾ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഏത് സൈഡിലാണ് അല്ല ഏത് ഉള്ളിലാണെന്ന് അറിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ചിലർ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ കറസ്പോണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ
കൃത്യമായിട്ട് സ്പോട്ടിൽ എത്ര വലിയ മൈഗ്രെയിൻ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 2-3 ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കത് പ്രൂവ് ചെയ്തൊരു മിനിമം 50% നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഓഫീസിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന രാഹുലിന് മൈഗ്രെയിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതിൽ കുറച്ച് കാലങ്ങളായി സിസ്റ്റം കൂടുതലായി യൂസ് ചെയ്യുമ്പോൾ അവന് ആ അസുഖം കുറച്ച് കൂടുതലാണ്. അവനെ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ സാറിന് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും നമുക്ക് സ്പോട്ടിൽ അവർക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ ചെയ്തുകൊണ്ട് നമുക്ക് രോഗശമനം മാറ്റാൻ പറ്റും. ഓക്കെ, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. അതിന് യാതൊരു സംശയവും വേണ്ട. ഓൾമോസ്റ്റ് മാറിയില്ലേ? ഇനി ബാക്കിയുള്ള ചെയ്യണം. ഇപ്പോൾ ആ കഫം നന്നായിട്ട് മാറി, ഇപ്പം ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, ആ ബുദ്ധിമുട്ട് കുറഞ്ഞു അല്ലേ? ഇപ്പം തലവേദനയുടെ പോയിന്റിൻ്റെ അവിടുത്തെ പ്രശ്നം ഒരു 70% കുറഞ്ഞില്ലേ? അത് തന്നെ കുറഞ്ഞു. ഇനി നിങ്ങൾക്കത് മൈഗ്രെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പിത്താശയമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ സെക്ഷൻസ്. അപ്പം അതിൽ പിത്താശയത്തിൻ്റെ സെക്ഷൻ ഇപ്പോൾ നമ്മൾ രാഹുലിനുണ്ടായ ചേഞ്ച് നമ്മൾ കണ്ടു. അവന് അത് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി അവൻ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ രാഹുലിന് മൈഗ്രെയിൻ ആണ് എന്ന് നമുക്ക് അറിയാം, അവന് ഈ പ്രശ്നമുണ്ട് എന്നുള്ളത് അവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ആ അസുഖത്തെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചത്. പക്ഷേ നമുക്കിത് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. ഇപ്പൊ ഫ്രീക്വന്റ്ലി തലവേദന വരുമ്പോൾ അത് മൈഗ്രെയിൻ ആണെന്ന് നമ്മൾ ഊഹിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് അതുകൊണ്ടല്ലാതെയും ഈ കണ്ണിനുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തലവേദന ഫ്രീക്വന്റ്ലി വരാം. അപ്പൊ നമുക്ക് ഈ രോഗനിർണയം സുജോക് തെറാപ്പി വഴി സാധ്യമാണോ? അല്ല, അത് തന്നെയാണ്. അപ്പോൾ അതൊരു നല്ല ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് തന്നെ ഉത്തരം നമ്മൾ രാഹുലിൻ്റെ പ്രാക്ടിക്കൽ സെഷനിൽ ചെയ്തു കഴിഞ്ഞു. എന്താ? ഒന്ന്, രാഹുലിന് നമ്മൾ മൈഗ്രെയിൻ വരുന്ന കുറച്ച് ഹയർ സെക്ഷൻസ് വേറെയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്തത് രാഹുലിൻ്റെ പിത്താശയം നല്ല കൺജഷനായിരുന്നു. അതിനേക്കാളും കൂടുതൽ ഏതായിരുന്നു? ആമേശം കൺജഷനായിരുന്നു. അപ്പോൾ നമ്മളത് രണ്ടും ക്ലിയർ ചെയ്തു. അപ്പം നമ്മൾ ഛർദ്ദിക്കുന്നത് നമ്മൾ ഓർക്കുക. രാഹുൽ തന്നെ പറഞ്ഞു തലവേദനിച്ച് ഛർദ്ദിച്ചു കഴിഞ്ഞു. അപ്പം എന്താ ഛർദ്ദിക്കുന്ന നിങ്ങൾ ചെയ്യും? എന്താണ്? മഞ്ഞവെള്ളം. അപ്പം അത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ആമാശയം പിത്താശയമായിട്ട് കണക്റ്റഡ്, പിത്തസഞ്ചിക്കകത്തിട്ടുള്ള. മനസ്സിലായില്ലേ? അപ്പം അത് ഒമിറ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ തന്നെ ആശ്വാസം കിട്ടിക്കഴിഞ്ഞു കുറച്ച്. പിന്നെയുള്ള ബാക്കിയുള്ള നമ്മൾ സ്ട്രക്ചറൽ ലെവലിലുള്ള പ്രോബ്ലത്തെയും ഫങ്ഷണൽ ലെവലിലെയും നമ്മളത് ചെയ്ത് കഴിയുമ്പം റെഗുലറായിട്ട് അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അത് മാറി, പൂർണ്ണമായിട്ടും മാറും. അപ്പം അത് നമ്മളത് ഫീൽ ചെയ്യും. അതാണ് നമ്മൾ ആ പ്രാക്ടിക്കൽ സെക്ഷനിൽ നമ്മൾ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യും. അവിടെ ആദ്യം നമ്മൾ ചെയ്യുമ്പം എന്നതാണല്ലോ ഒരു എന്താ പറയുക, ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. കാരണം സ്റ്റിമുലേഷൻ ചെയ്യുവാണ്. അപ്പം അതിൻ്റെ പ്രഷറിലുണ്ടാകുന്ന ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഇത് തോന്നും, ഒരു ഹെവിനെസ് തോന്നും. പക്ഷെ അത് അവിടെ നമ്മൾ ക്ലെൻസ് ചെയ്യുകയാണ്. അപ്പം അത് ഹെവിനെസ് മാറി 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 ഇപ്പം അത് ഹാർമണൈസ് ആയി പുള്ളിക്ക്. നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് മതി. അപ്പം അത് നമ്മൾ എഗെയിൻ നമ്മൾ മൂക്കിൻ്റെ പ്രശ്നത്തിന് നമ്മൾ ചെയ്തു. അപ്പം ലങ്സിൽ എന്തൊക്കെയൊന്നും പോയില്ല. മനസ്സിലായില്ലേ? ലങ്സിൽ ചെയ്യണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെയാണ് നല്ല ബ്ലോക്കേജ് ഉള്ളത്. കാരണം അവിടെ സൈനസൈറ്റിസ് ഫീൽ ചെയ്യുന്നത് നന്നായിട്ടുണ്ട്, സൈനസൈറ്റിസ്. അപ്പം നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ നമ്മൾ മൂക്കിൻ്റെ കറസ്പോണ്ടൻസ് തന്നെ കുറച്ച് സ്റ്റിമുലേഷൻ കൊടുത്തപ്പോൾ തന്നെ ഓപ്പൺ ആയി. രാഹുലിനെ സംബന്ധിച്ച് രാഹുലിന് സൈനസൈറ്റിസ് ഉണ്ടെന്ന് രാഹുലിന് അറിയില്ലായിരുന്നു. അറിയത്തില്ല. സാർ അത് ചോദിച്ചപ്പോഴാണ് അവനത് എനിക്കത് ഫീൽ ചെയ്തു, എനിക്ക് ചെയ്ത് മൂക്ക് ചെയ്ത് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ എനിക്ക് വയറുവേദനയാണ് എന്ന് പറഞ്ഞ സാറിന്റെ അടുത്തേക്ക് വരികയാണ്. കലച്ചിലായ വയറുവേദനയാണ് എനിക്ക്. അതിനിപ്പോ ഒരുപാട് റീസൺസ് ഉണ്ടാകും. ചിലപ്പോൾ ഇൻഡൈജഷൻ ഉണ്ടാകാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാം. അതെങ്ങനെയാണ് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? അല്ല, അത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സപ്ലിമെന്ററി ഓർഗൻ ഉണ്ട്. അപ്പൊ അതിന്റെ ഫങ്ഷൻസ് വേറെ ഉണ്ട്. ഇപ്പം നമുക്കത് ചെയ്യുമ്പോൾ കൈ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇതെല്ലാം ചാനലാവും. ഇപ്പം നമ്മുടെ ബോഡിയിലുള്ള ഫുള്ള് പ്രശ്നങ്ങൾ തന്നെ. ഇപ്പം നമ്മൾ ഒരാൾ നടന്നു വരുമ്പോൾ തന്നെ ചിലപ്പോൾ പുള്ളിയുടെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഓക്കെ, മനസ്സിലായല്ലേ? ചില ആൾക്കാർ ഇതും സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ പ്രോബ്ലം ഇത് തന്നെയാണ്. ഇപ്പം എന്നെ കാണുമ്പോൾ സാറിന് എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്? ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് ഒന്ന്, ഇപ്പം ബോഡിയുടെ എടുത്തു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചോ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലാണ്. അപ്പം നമ്മൾ വെയിറ്റ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒബിസിറ്റി പ്രശ്നങ്ങൾ വരും. അതനുസരിച്ച് നമുക്ക് സ്ട്രെസ്സിൻ്റെ ഉള്ള സാധനങ്ങൾ കൂടാം. കാരണം എന്താ, സ്ത്രീകളെന്ന് പറയുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും, പക്ഷേ എക്സ്പെഷ്യലി സ്ത്രീ എന്ന് പറയുമ്പോഴത്തേക്കിന് കുറച്ച് വെയിറ്റ് കൂടുന്നതനുസരിച്ച് അവർക്ക് ആശങ്ക കൂടും അല്ലേ? ഇപ്പം ഇതെങ്ങനെയെങ്കിലും കുറയ്ക്കാനാണ് ആശങ്കയില്ല. അപ്പം ചിലർക്ക് അത് തോന്നാറില്ല. അത്
ചെറിയൊരു ശതമാനം മാത്രം, അപൂർവം മാത്രമേ ആൾക്കാരുള്ളൂ നമ്മളത് നോക്കാത്തുള്ളൂ. പക്ഷെ അത് നമ്മൾ നോക്കിയേ പറ്റുള്ളൂ. കാരണം അത് നമ്മുടെ ബോഡി എക്സസീവ് ആകുന്നതനുസരിച്ച്, ഒബിസിറ്റി കൂടുന്നതനുസരിച്ച് മറ്റുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ വന്നേ തീരൂ എന്നല്ല, പക്ഷെ നമ്മളത് ഇമോഷണലി കണക്റ്റഡ് ചെയ്ത പറയാൻ വേണം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്നില്ല, അത് ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. അങ്ങനെ എല്ലാവർക്കും പറ്റില്ല. അതേ പറഞ്ഞാൽ വളരെ വിരളമുള്ള ആൾക്കാർക്ക് മാത്രമേ അങ്ങനെയുള്ള ചിന്തകൾ വരുള്ളൂ എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വെയിറ്റ് ലോസ്, ഞാൻ സാറ് വരുന്നതിന്റെ സമയത്ത് ഞാൻ ഈ സുജോക് തെറാപ്പിയെ കുറിച്ച് വായിച്ചു നോക്കിയായിരുന്നു. അപ്പൊ അതിൽ ഞാൻ കണ്ടതാണ് അതിന്റെ വൺ ഓഫ് ദി ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് വണ്ണം കൂടുതലാണെന്ന് സാർ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു തെറാപ്പി പോകുന്നത്? അല്ല, അത് ഒന്ന് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഫുഡ്, നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഫുഡുകളാണ് കഴിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഫുഡ് കഴിക്കാത്ത ആൾക്കാർക്കും വണ്ണം വയ്ക്കുന്നു, ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ അവർക്ക് ഇമോഷൻ തരത്തിലുള്ള പല സെക്ഷൻസുകളും ഉണ്ട്. അപ്പം നമ്മൾ അതെല്ലാം നമ്മൾ കുറച്ച്, ഇപ്പം നിങ്ങൾക്ക് വേറെ ഇപ്പം കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പം നമ്മളത് ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കണക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് പൂർണ്ണമായിട്ട് നമുക്കറിയാൻ പറ്റും. അപ്പം അത് നമ്മൾ ഒരു രോഗത്തിനൊന്ന് ടച്ച് ചെയ്ത് നമുക്ക് എടുക്കുമ്പോൾ അടുത്തേക്ക് നമുക്കറിയാം ഇന്നടത്ത് ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം. ഇമോഷനിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇമോഷൻ നമുക്ക് ഓരോ ആൾക്കാരും എടുക്കുന്ന രീതി ഡിഫറെൻ്റാണ്. ഇപ്പം നമുക്ക് സാഡ്നെസ്സിൻ്റെ ഇമോഷൻസ് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാകും. ചിലർ ജലസിയുടെ ഇമോഷൻസ് ആയിരിക്കും, ചിലർക്ക് ക്രൂക്കഡ്നെസ് ആയിരിക്കും എല്ലാ കാര്യത്തിലും. പക്ഷെ സ്മൈലി ആയിരിക്കും ആള്, പക്ഷെ ഇന്റേണലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഇതൊന്നും നമുക്കറിയില്ല. പിന്നെ നമുക്ക് എക്സ്പ്രസീവായിട്ടുള്ള ആൾക്കാരുണ്ട്, നോൺ എക്സ്പ്രസീവായിട്ടുള്ളതുണ്ട്. ഇതുപോലെ തന്നെ രോഗമുണ്ട്, എക്സ്പ്രസീവായിട്ടുള്ള രോഗമുണ്ട്, നോൺ എക്സ്പ്രസീവായിട്ടുള്ള. ഇപ്പം നമുക്ക് ട്യൂമറൊക്കെ വന്ന് അറിയുന്നില്ല, ലാസ്റ്റ് 4th സ്റ്റേജിൽ പുള്ളി കൊളാപ്സ് ആയപ്പോഴാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഒത്തിരി ഫിലിം ആർട്ടിസ്റ്റും ഡയറക്ടേഴ്സും ഒക്കെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു, പക്ഷെ അത് ലാസ്റ്റ് സെക്ഷനിൽ വൊമിറ്റ് ചെയ്ത് വീണ് കഴിഞ്ഞപ്പോൾ ലിവറിന് പ്രോബ്ലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഉണ്ടായിരുന്നു, അറിയുന്നത് പോലും. മനസ്സിലായില്ലേ? ബ്ലഡ് വൊമിറ്റ് ചെയ്യുമ്പോഴാണ് അവർ അറിയുന്നത്, അതുവരെ അറിയുന്നില്ല. ഇപ്പം ചിലർ മദ്യപിക്കുന്നുണ്ടായിരുന്നു, കുടിക്കുന്നുണ്ടായിരുന്നു, ചിലർക്ക് ചെറുതായിട്ട് നെഞ്ചരിത്തിൽ വന്ന് ചിലരെന്ത് ഓർക്കും, ചിലർ എന്താ പറയുക, നമ്മുടെ ഉപ്പുമാവ് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടായിരിക്കും. ചിലർ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ കപ്പ കൂടുതൽ നരച്ചനി ഉപയോഗിക്കുന്ന, അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇപ്പോൾ ഉണ്ടാകുന്നതാണ് ചെറിയ രീതിയിൽ നെഞ്ചിരുത്തൽ. അപ്പം നമ്മൾ എന്തുണ്ടാകുമ്പോഴും നമ്മൾ അതിൻ്റെ കാരണത്തെ അന്വേഷിച്ച് പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അപ്പം നെഞ്ചരിച്ചിൽ വരുമ്പോൾ നമ്മളത് കൃത്യമായിട്ടൊരു ഡയഗ്നോസ് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്ന എപ്പോഴും നല്ലതാണ്. പിന്നെ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ ഇരിക്കെ പോകുമ്പോഴാണെങ്കിലും ആരുടെ ഇരിക്കെ പോയാലും നമ്മൾ എന്തു പറഞ്ഞാലും അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന രീതിയിലേക്ക് തോട്ടിനെ ഡെവലപ്പ് ചെയ്യല്ലേ, അന്ധമായി വിശ്വസിക്കരുത് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഡോക്ടർ പറഞ്ഞു, ഇപ്പം നമ്മളൊരു ഇപ്പം നിങ്ങൾക്ക് ഇന്ന പോലെ ഒരു ഹാർട്ടിനൊരു വേരിയേഷൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ചില ഡോക്ടേഴ്സ് ഉണ്ട് പറയുന്ന രീതിയിലൊക്കെ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട്. ചിലർ വളരെ സോഫ്റ്റായിട്ടാണ് പറയുള്ളൂ, ചിലർ ആ വേരിയേഷൻ ഉണ്ടെന്ന് പോലും പറയിക്കാതെ മാറ്റുന്ന ആൾക്കാരുണ്ട്. അത്രയും പോലും പുള്ളിയെ ഈ എന്താ പറയുക ബുദ്ധിമുട്ടിക്കരുത് മാനസികമായിട്ട്. കാരണം ഈ മനസ്സെടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലേക്ക് പോവുള്ളൂ. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ഡോക്ടേഴ്സ് വരെ ഉണ്ട്. അപ്പോൾ അത് പറയാതെ മാറ്റുന്ന ആൾക്കാരുണ്ട്, നമ്മൾ പോലും അറിയില്ല. പക്ഷെ ചിലരുണ്ട് ചെറിയൊരു സിംറ്റം ആയിരിക്കും കാണിക്കുന്നത്, പക്ഷെ അതിനെ പറയുമ്പം അതിൽ നമുക്ക് ഹാർട്ട് ബ്ലോക്കായിട്ട് നമ്മളെടുക്കും. പക്ഷെ അവർ ഉദ്ദേശിച്ച അതായിരിക്കില്ല, കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷെ പറഞ്ഞത് ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മളെടുത്ത എന്താ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെന്നാണ് എടുത്തു കഴിയുമ്പോഴത്തേനെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അടുത്ത ഓപ്പറേഷനിലേക്ക് വരാം, മറ്റു രീതിയിലേക്ക് വരാം, എന്തെങ്കിലും നമുക്കൊരു മുൻകരുതൽ നല്ല രീതിയിലായ ഒരു ആപത്തിലേക്കാണ് പോകുന്നുള്ള തോട്ട് ഡെവലപ്പ് ആയോ, ആ തോട്ട് ഇങ്ങനെ ഗ്രാഫ് കൂടി 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 നമ്മൾ രോഗത്തിലേക്ക് പോകും. അപ്പം നമ്മൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങളല്ല അതിനെ മാറ്റാനുള്ള നമുക്കെന്താ നല്ല തോട്ടുകൾ ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാനോ അങ്ങനെയുള്ള നല്ലൊരു അറിവുള്ള ഒരു ഗ്രൂപ്പിലോ അല്ലെ ഒരു വ്യക്തിബന്ധമോ നമുക്കുണ്ടെങ്കിൽ നമുക്കിതിനെ മാറ്റിയെടുക്കാം, ഈ തോട്ടിനെ മാറ്റിയെടുക്കാം. യു ക്യാൻ ചേഞ്ച് യുവർ തോട്ട്സ്. നമ്മളെപ്പോഴും പറയാറുണ്ട് നല്ല മനസ്സ് അല്ലെങ്കിൽ സന്തുഷ്ടമായ മനസ്സുണ്ടെങ്കിൽ ആരോഗ്യപരമായ ഒരു ശരീരം ഉണ്ടാവുമെന്ന് നമ്മൾ പറയാറുണ്ട്.
അപ്പോൾ അത് ആക്ച്വലി ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അത് അല്ലല്ല, അതൊരു ഫാക്റ്റാണ്. ഇപ്പം നമുക്ക് നല്ല ചിന്തകൾ ഉണ്ടാകണം എങ്കിൽ നമുക്ക് സാമൂഹികമായിട്ടും പേഴ്സണൽ ലൈഫിലും സോഷ്യൽ ലൈഫിലും എല്ലാം വേണ്ടേ? സ്പിരിച്വൽ ലൈഫിലും വേണം, ഫാമിലി ലൈഫിലും വേണം. അപ്പം ഈ 4 ഘടകങ്ങളിൽ നമുക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ഇന്ന് നമുക്ക് നല്ലൊരു ഷെയറിങ്ങും കെയറിങ്ങും ഉള്ള ജീവിതം നമ്മുടെ വീട്ടിലുണ്ടോ? ഇല്ല. എവിടെ ഷെയറിങ് കെയറിങ് ഉള്ളത്? എല്ലാ വീടുകളിലും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, ഒരു 99% നമുക്ക് ഷെയറിങ് ഇല്ലാത്തതിൻ്റെ കുറവാണ്. ഷെയറിങ് എന്ന് വെച്ചാൽ കെയറിങ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നമ്മളെ കെയർ ചെയ്യുന്നത് എവിടെയുള്ളത്? എനിക്ക് തോന്നുന്നില്ല. എൻ്റെ എത്രയോ പേഷ്യൻ്റ് വരുന്നു, ഫാമിലി ഒരാളും ഹാപ്പി അല്ല, അവർ വേണമെന്ന് ആഗ്രഹിക്കുന്ന സപ്പോർട്ട് കിട്ടാതെ പോകുന്നത്. അതെ, കാരണം എന്താ, ഇപ്പം എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതെൻ്റെ ഓപ്പോസിറ്റ് പാർട്ട്ണറോട് പറയേണ്ട ബാധ്യത അവർക്കുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരു വഴിയെ പോകുന്ന ഒരു പെൺകുട്ടിയെ നമ്മൾ നോക്കി, അപ്പോൾ ആ കുട്ടി ആ എക്സിനെ നോക്കിയിട്ട് അവൻ നോക്കിയത് ശരിയല്ല എന്ന് ആരാ തീരുമാനിച്ചേ? ആ പെൺകുട്ടിയാണ്. അപ്പോൾ അത് ആരാണ് നെഗറ്റീവ് ഡെവലപ്പ് ചെയ്തത്? ആ കുട്ടിയാണ്, ഞാനല്ല. അപ്പോൾ ആ നോക്കിയ വ്യക്തി ആരാണോ ആ വ്യക്തി അങ്ങനെയായിരിക്കാം നോക്കുന്നത്. പക്ഷെ ആ വ്യക്തി ആ അർത്ഥത്തോടെ ആയിരിക്കില്ല നോക്കുന്നത്, പക്ഷെ അസ്യൂം ചെയ്തു. അപ്പോൾ ആ തോട്ട് അവിടെ ഡെവലപ്പായി. അപ്പം നമ്മൾ വീട്ടിൽ പോകുമ്പോഴും നടക്കുമ്പോഴും നമ്മൾ പിന്നെ ആ വ്യക്തിയെ തന്നെ കൂടുതൽ ഓർക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അറിഞ്ഞോ അറിയാതെ അത് വരുവുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ അത് ഓർക്കും തോറും നമുക്ക് എന്തായി, നമുക്കൊരു ഈ സെക്ഷനിൽ ഒരു ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യും. ടോക്സിൻസ് ആണ് അത്, ബ്രെയിനിലേക്ക് എഫക്റ്റ്, കൊക്കൈൻ പോലത്തെ ഒരു സാധനം ഉണ്ടാകുന്നത്, പേടിച്ചുണ്ടാക്കുകയുമ്പോഴത്തേക്കിന്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മൂല കാരണമാണ്. അപ്പോൾ നമ്മൾ രോഗം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഇമോഷൻ അടിഞ്ഞുകൂടും. മനസ്സിലായോ? ഈ ഇമോഷനെ ബോഡിക്ക് പുറത്ത് കളഞ്ഞേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ കിച്ചണിലോ അല്ലെങ്കിൽ റൂമിലോ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചതിൻ്റെ വേസ്റ്റ് അവിടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? അത് ചീഞ്ഞ് അടുത്ത ഫോർമേഷൻ വന്ന് അതിനകത്ത് എന്താണോ ജീവി വരാനുള്ളത് അത് വരും. ഇപ്പോൾ ചെള്ളാണെങ്കിൽ ചെള്ളറിഞ്ഞാൽ പുഴുവായിരിക്കും, പല രീതിയിലുള്ള സാധനങ്ങൾ വരും. അപ്പോൾ അവിടെ അടുത്ത ഫോർമേഷൻ നടന്നു കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുമ്പം ഈ മനസ്സിൽ കിടക്കുന്ന നെഗറ്റീവിനെ പുറത്ത് വേണം ബോഡിക്ക്. അപ്പോൾ ആ ഏത് തരത്തിലുള്ള ഇമോഷനാണോ നമ്മൾ ഡൊമിനേറ്റ് ചെയ്യുന്നത്, സ്ത്രീ ആയാലും പുരുഷനായാലും. ഇപ്പം നിങ്ങൾക്ക് സാഡ്നെസ്സിൻ്റെ ഒരു ഇമോഷനാണ് നിങ്ങൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് സാഡ്നെസ് പോലുള്ള പ്രോബ്ലങ്ങൾ വരും, സൈക്കിക്കായിട്ടുള്ള. മനസ്സിലാവും? സ്ട്രെസ്സ് ആ രീതിയിലേക്കുള്ള ഭയങ്കര. അതേസമയത്ത് നിങ്ങൾ ദേഷ്യമാണെങ്കിൽ ഉണ്ടാകുന്ന, മനസ്സിലായോ, ആ രീതിയിലേക്കുള്ള രോഗങ്ങൾ വരും. നിങ്ങൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാത്ത വ്യക്തികളുണ്ടാകും, അവർക്കാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ നോക്കിക്കോ, ക്യാൻസർ ഒരാളോടും മിണ്ടത്തില്ല, ഷെയർ ചെയ്യത്തില്ല. അവരെല്ലാം എനിക്ക് വേണം എന്ന് വെക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അങ്ങനെ ഒരാളില്ലാത്തത് കൊണ്ടാണെങ്കിലോ? അല്ല, ആൾക്കാരുണ്ട്, അവർ കണ്ടെത്തണം. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ട്, ഫ്രണ്ടുണ്ടാവും, ജോലി സ്ഥലങ്ങളുണ്ടാവും. ഇവരൊന്നും ആരോടും, നിങ്ങൾ ഈ ക്യാൻസർ വരുന്ന ആൾക്കാർ, വന്നിട്ടുള്ള ആൾക്കാരെ ഒന്ന് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 99% ആൾക്കാരും ഈ രീതിയിലുള്ള ആൾക്കാർ, കെയറിങ്ങും ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് ക്യാൻസർ വരുന്നത്. ഇപ്പം നിങ്ങൾ എത്രത്തോളം നിങ്ങളിന്ന് എത്രത്തോളം നിങ്ങൾ ചിരിക്കും തോറും നിങ്ങൾക്ക് എന്താ, നിങ്ങൾ റിലാക്സ് ആവുക, ഹാർമണൈസ് ആവുക. ഞാൻ എന്ന വ്യക്തി എന്ന് പറയുന്നത് ഒരു സെല്ലല്ല, ട്രില്യൺ കണക്കിന് സെല്ല, ഇൻഡിവിജ്വൽ സെല്ലാസ്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ സെൽസ് എന്താകണം, ഹാർമണൈസ് ആകണം. ഒരു സെല്ലല്ല. നമ്മൾ കാണുമ്പോൾ ഭൗതിക ബോഡി ഇങ്ങനെയാണ്, പക്ഷെ ഇതെന്ന് പറയുന്നത് ട്രില്യൺ കണക്കിന് സെല്ലുകളുള്ള യൂണിറ്റാണ്, അല്ലേ? ഇതിനൊക്കെ എഗെയിൻ അത് സ്പേസ് ഉണ്ടല്ലേ, അല്ലേ? അപ്പോൾ ഓരോ സെല്ലും ക്ലെൻസ് ആകണം. അപ്പോൾ അതിന് നമുക്ക് എന്താ വേണ്ടേ? റിലാക്സ്, മെഡിറ്റേഷൻ വേണം, നല്ല സ്മൈൽ വേണം. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ മനസ്സ് തുറന്ന് സംസാരിക്കണം, അല്ലേ? മനസ്സ് തുറക്കുമ്പോഴാണ് നമുക്കിവിടെ കലർപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് കേൾക്കാൻ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. എത്ര കേട്ടാലും നമുക്ക് മതിയാവില്ല. മറ്റുള്ളവരെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും എഴുന്നിട്ട് ഓടിയാൽ മതിയായി, അല്ലേ? അത് കാരണം അവർ
ഓർത്തോർത്ത് പറയുന്നതായിരിക്കും. മറ്റൊന്ന് പറയുന്നത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കേൾക്കാൻ നമുക്കൊരു ഒരു ചിലരുടെ സ്പീച്ച് ആയാലും അല്ലേ. അതെ, ചില ആൾക്കാരുടെ വോയിസ് ഒക്കെ ഭയങ്കര സൂത്തിങ് ആയിട്ട് നമുക്ക് തോന്നാറുണ്ട്. അത് നമ്മൾ അത്രത്തോളം ശാന്തമാകുന്നതനുസരിച്ച് നമ്മുടെ വോയിസിൻ്റെ സ്ട്രക്ചർ തന്നെ മാറും. അല്ലെങ്കിൽ പല ഇതിലുണ്ട്, നമുക്ക് ഒത്തിരി പേരെ ആ രീതിയിലേക്ക് ആക്കാൻ പറ്റും. അപ്പം അത് ആ ഒരു മൂഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ വരുന്നത്.